കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ അണുകുടുംബ വ്യവസ്ഥയിലേക്ക് വന്നതോടുകൂടി കുടുംബ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലുമൊക്കെ തന്നെ വിള്ളലുകളുണ്ടായിട്ടുണ്ട്. പഴയതുപോലുള്ള സൗഹൃദങ്ങളോ പഴയപോലുള്ള ബന്ധങ്ങളോ ഇപ്പോഴില്ല. ആ അവസ്ഥയിൽ ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ നെറ്റ്വർക്കുകൾ സമൂഹത്തിന് നല്ല പ്രയോജനം ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്കറിയാൻ പാടില്ലാത്ത ആൾക്കാരെ പരിചയപ്പെടാനും ആശയവിനിമയം നടത്താനും സാധിക്കുന്നുണ്ട്. ഫേസ്ബുക്കിലൂടെ നല്ല കാര്യങ്ങൾ വളരെയധികം നടക്കുന്നുണ്ട്, അതുപോലെ ധാരാളം ചീത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഫേസ്ബുക്കിനെ അതിൻ്റെ നേരായ രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ നല്ല സൗഹൃദങ്ങൾ സൃഷ്ടിക്കാനും ഇതുപോലെ വിവിധ കാര്യങ്ങളിൽ താല്പര്യമുള്ളവർക്ക് ഒരുമിച്ച് കൂടാനുമൊക്കെ അവസരമുണ്ടാകും. അങ്ങനെ പോസിറ്റീവായിട്ട് ആ സൈറ്റിനെ സമീപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും പ്രയോജനം ഉണ്ടാകുമെന്നാണ്. ഇപ്പോൾ ഈ മ്യൂസിക് ലവേഴ്സ് പറയുന്ന ഈ ഗ്രൂപ്പ് എളിയ തോതിൽ ചെയ്യുന്ന ഈ സമ്മാന ഈ മത്സരം, ഈ സമ്മാനദാനം തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. ഇത് വ്യത്യസ്ത മേഖലയിലുള്ള 2 വ്യക്തികൾക്കിപ്പം സമ്മാനം കിട്ടിയിരിക്കുകയാണ്. തുടർന്നും ഇത് നടത്തിക്കൊണ്ട് പോവുക. മറ്റ് പല ഈ സോഷ്യൽ നെറ്റ്വർക്ക് ഗ്രൂപ്പുകൾക്കും ഇതൊരു മാതൃകയാവും. അതുകൊണ്ട് ഇതിന് ഈ മ്യൂസിക് ലവേഴ്സിൻ്റെ ഈ ഗ്രൂപ്പിന് ഞാൻ എല്ലാ നന്മകളും ആശംസിക്കുന്നു, വിജയം ആശംസിക്കുന്നു. എൻ്റെ പാട്ട്, ഞാനെഴുതിയ പാട്ട് ആ നിമിഷത്തെ നിർവൃതിയിൽ നിന്നുള്ള ആ പാട്ട് പോസ്റ്റ് ചെയ്ത ആളിനാണ് ഇപ്പോൾ സമ്മാനം കിട്ടിയിരിക്കുന്നത്. അതിന് ഞാൻ സന്തോഷിക്കുന്നു. ഞാനെഴുതിയ ആ നിമിഷത്തെ നിർവൃതിയിൽ എന്ന പാട്ട് പോസ്റ്റ് ചെയ്ത ആളിനാണ് സമ്മാനം കിട്ടിയിരിക്കുന്നത്. വത്സ റെക്സ്. ഞാൻ വത്സയെ അഭിനന്ദിക്കുന്നു, മ്യൂസിക് ലവേഴ്സിനെയും അഭിനന്ദിക്കുന്നു. ഞാൻ കഷ്ടിച്ച് 1 മാസമേ ആയിട്ടുള്ളൂ ഫേസ്ബുക്കിൽ കയറിയിട്ട്. എനിക്ക് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും എനിക്ക് തന്നെ ഒത്തിരി ഇതിൻ്റെ ഇടയ്ക്ക് ഒത്തിരിയേറെ സുഹൃത്തുക്കളെ കിട്ടിയിട്ടുണ്ട്. അവർ തന്നെ എൻ്റെ പാട്ടുകൾ, എസ്പെഷ്യലി സ്വപ്നങ്ങളെ ഉണർന്നു എന്ന ഗാനത്തിനെക്കുറിച്ച് ഒരുപാട് നല്ല കമൻറ്റ്സ് ഞാൻ തന്നെ അതിശയിച്ച് പോയിട്ടുണ്ട്. ഇത്രയും ആൾക്കാർ എൻ്റെ പാട്ട് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന്. എന്തായാലും ഫേസ്ബുക്ക് എന്ന ഈ നെറ്റ്വർക്ക് സൗഹൃദ ബന്ധം ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ വർക്കുകളിൽ കൂടി നമുക്ക് കേട്ടിട്ട് നമുക്കൊരു അംഗീകാരം കൂടെ തരുന്ന ആ സന്തോഷമുണ്ട്. ഞാൻ ഈ മ്യൂസിക് ലവേഴ്സിനെ പരിചയപ്പെടുന്നത് പോലും ഫേസ്ബുക്കിലൂടെയാണ്, ചാറ്റിങ്ങിലൂടെയാണ്. ഇതിൻ്റെ ആൾ സുകുമാരനെ പരിചയപ്പെടുന്നത്. എന്തുകൊണ്ടും സംഗീത സ്നേഹികളായ മ്യൂസിക് ലവേഴ്സ് ഈ ഗ്രൂപ്പിനെ ഇങ്ങനൊരു കോമ്പറ്റീഷൻ നടത്താൻ തോന്നിയതും അതിനിങ്ങനൊരു സമ്മാനം നൽകാൻ തോന്നിയതും വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒത്തിരി പ്രതിഭകൾ ഇതിൽ കൂടെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മ്യൂസിക് ലവേഴ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു.